ജോർജ് ജോസഫ്, ഇവിടെ ഇന്നലെ പരിശോധിച്ച സൈറ്റ് 1, 2, 1, 2, 3 യഥാർത്ഥത്തിൽ ഈ ആക്ഷൻ കൗൺസിൽ അവിടെ ഈ പറയുന്ന പോലെ ശരീരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. താങ്കൾ തന്നെ നേരത്തെ പറയുന്നത് പോലെ അത് പുഴയോട്, അത് സ്നാനഘട്ടത്തോട് ചേർന്ന ഭാഗങ്ങളാണ്, വെള്ളം കയറി ഇറങ്ങി പോകുന്ന സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിലൊക്കെ ഇതില്ലാതായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സൈറ്റ് 6, 7, 8-ൽ 8 ബോഡികളുണ്ട് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത്, ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുള്ളത്. സൈറ്റ് 9-ൽ 6 to 7 ബോഡികൾ, സൈറ്റ് 10-ൽ 3 ബോഡികൾ, സൈറ്റ് 11-ൽ 9 ബോഡികൾ, സൈറ്റ് 12-ൽ 4 to 5 ബോഡികൾ, സൈറ്റ് 13-ൽ ഹയസ്റ്റ് നമ്പർ അമംഗ് ദീസ് മാർക്കഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് കൃത്യം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതിനിർണായകമാണ് ശ്രീ ജോർജ് ജോസഫ്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള ദിവസങ്ങൾ അതിനിർണായം തന്നെ. അത് വളരെ സ്ലോയിലേ പോവുള്ളൂ. നമുക്ക് ഒരു ബോഡി എട്ടുക എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ പോലീസിന് ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട് ഓരോ ബോഡിക്കും. ചിലപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു എല്ല് കഷ്ണമാണ്, അതിനും പ്രത്യേക ഒരു കഥ പറയാനുണ്ടാവുന്നുണ്ട്. അതും വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ ഇനിയുള്ള ദിവസം, കാരണം നമ്മൾ ഭയപ്പെട്ടിരിക്കുകയാണ്, ഓരോ ഇതിനും എത്ര ബോഡി കിട്ടുന്നെങ്കിൽ അത്രയും ഇൻക്വസ്റ്റ് ഉണ്ടാകണ്ടേ, അത്രയും പോലീസ് വർക്ക് അവിടെ വരണ്ടേ, ഇതെല്ലാം റെക്കോർഡിക്കലായിട്ട് കോടതിയിൽ എത്തണ്ടേ. അത് തന്നെയല്ല, ഇതിനകത്ത് വേറൊരു ഒരു സംഭവം വരാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടെത്തിയാൽ തന്നെ ഇത് ആരുടെ എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാം. കാരണം എത്രയോ വർഷം മുമ്പുള്ളതായിരിക്കാം. ചിലപ്പം ഒരു ഫ്രഷായിട്ടുള്ള ഒരു സ്കെൽറ്റൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവുക അത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ ഈ ശുചീകരണ തൊഴിലാളിക്ക് കഴിയില്ല. 2014 ശേഷം വീണ്ടും ഇതുപോലെ നടന്നിട്ടുണ്ടല്ലോ, അതെങ്കിൽ വേറെ ആളെ കൊണ്ട് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഇതുപോലുള്ള പരിസരങ്ങളിലെ മൃതദേഹങ്ങളുടെ ഒരു ഏരിയയാണ് ഒരു കാരണം 485 കണക്ക് പുള്ളി പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ എത്രയോ വർഷം കൊണ്ട് ഇത് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതിനൊന്നും ചോദിക്കാനും പറയാനും അവിടെയോ ഇവിടെയോ എങ്ങും ആരുമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പൊക്കിക്കൊണ്ട് വന്നപ്പം നമ്മുടെ കുട്ടികളവിടെ മരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ പൊക്കണ്ടേ? അതെനിക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ നിന്ന് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ, അനീഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ 24-നകത്ത് വന്ന ഇടുക്കിയിലുള്ള ഒരാളുടെ പിതാവ് 20 ഏക്കർ സ്ഥലം അവർ ബലം പ്രയോഗിച്ച് 18 ലക്ഷത്തിന് വാങ്ങിച്ച് അതിനുശേഷം വീണ്ടും ഉള്ള സ്ഥലം 20 ഏക്കർ കിടപ്പുണ്ട്, അങ്ങോട്ട് പോകാൻ ഭയപ്പെടുകയാണ്. അയാൾ അപ്പനെ ഒരാഴ്ചക്കകത്ത് തന്ന് 18 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലേക്ക് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരാഴ്ചക്കകം ആ പൈസ വാങ്ങാതെ ചെന്നപ്പം ആ അപ്പനെ, സ്കൂട്ടറിൽ പോയ അപ്പനെ ഒരു വാഹനം ഇട്ട് ഇടിച്ച് കൊല്ലുന്നത് ഒരു കുട്ടിയാണത് കാണുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയുന്ന, ആ പയ്യൻ്റെ അടുത്ത് പറയുന്നത്, അവരിപ്പം തളിപ്പറമ്പിൽ വന്ന് പേടിച്ച് അവിടെ താമസിക്കുകയാണ്. അപ്പൻ്റെ ആ കേസ് 6-7 വർഷം മുമ്പാണ്. ശരി, അതൊരു മർഡറാണ്. അത് തീർച്ചയായിട്ടും ആ കേസ് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു നെഗ്ലിജൻ്റ് ആക്റ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കണം കൊടുത്തിരിക്കുന്നത്, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ്. അതല്ല, അത് 302 അതിലേക്ക് അവർ അന്വേഷണം പോകണം. കാരണം ആ കേസിനകത്ത് ഒരു കേസെങ്കിലും കൃത്യമായിട്ട് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കേസ് കൃത്യമായിട്ട് ഒരു മർഡർ കേസിലോട്ട് പോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ആ അനീഷ് എന്ന് പറഞ്ഞ ആൾ തീർച്ചയായിട്ടും അതിൻ്റെ റെക്കോർഡുകളൊക്കെ എടുത്ത് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കാണിച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്. അത് മർഡറിലേക്ക് പോകണം. 302 ഒരു കുട്ടി അവിടെ അത് സാക്ഷി കണ്ടിട്ടുണ്ട്. ഇവർക്ക് അതിനെ വീണ്ടും സാക്ഷികളെ കിട്ടും. അപ്പം കുറേ കേസുകൾ ഇതുപോലെ മർഡർ കേസിലേക്ക് പോയെങ്കിൽ മാത്രം ഈ അന്വേഷണം കൊണ്ട് ഇതൊരു പ്രഹസനമാക്കി പോവും. കാരണം നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ അവരെ സ്കെൽറ്റൻ വെച്ചിട്ട് നമുക്ക് മനുഷ്യ ശരീരം ആണെന്ന് മാത്രമേ പറയാനൊക്കുള്ളൂ. ആരെയാണ് ഈ സ്കെൽറ്റനെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു മർഡർ കേസ് നിലനിൽക്കുള്ളൂ. ഇതൊക്കെ വളരെ വേസ്റ്റായി പോകുന്നതാണ് എനിക്ക് പേടി. കാരണം അവിടെ കുഴിച്ചിട്ട് ഇപ്പം പറഞ്ഞല്ലോ, ശുചീകരണ തൊഴിലാളി ചിലടത്ത് 3, ചിലടത്ത് 6, ചിലടത്ത് 9 കിട്ടുമെന്ന് പറയുന്നു. അത് ആരുടെ മൃതദേഹമാണെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? എങ്കിൽ മാത്രമേ അവരുടെ DNA-യും ബന്ധുക്കളുടെ DNA എടുത്ത് ഇത് ഇന്നയാളുടെ മൃതദേഹമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അയാളെ കൊന്നത് ആരാണ്? അത് എനിക്ക് തോന്നുന്ന 17 മണിക്കൂറോളം ആ DGP ഇയാളെ ചോദ്യം ചെയ്തൊരു 17 hours സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് ആരെയെങ്കിലും കൊന്നത് ഇന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ എവിഡൻസാണ്. അങ്ങനെ ആ കേസെങ്കിലും നമുക്ക് ഒരു കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഇനി അടുത്ത ദിവസങ്ങൾ, അടുത്ത മണിക്കൂറുകൾ അത് തന്നെയാണ് പ്രധാനം. അന്വേഷണ വഴിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്ന അന്വേഷണ വെല്ലുവിളികൾ ഏത് രീതിയിൽ അവർ പരിഹരിക്കുമെന്നാണ് ഞാൻ